ബി.ജെ.പി നേതാവ് ശ്രീ വി രാജേഷ് ടെലിഫോണിൽ. ശ്രീ വി രാജേഷ്, നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഒരു പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിച്ചപ്പോൾ ഗുരുമൂർത്തി അന്ന് വന്നതിനെ വലിയ തോതിൽ വിമർശിച്ചിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ. ഒരു RSS സൈദ്ധാന്തികനെ പരിപാടിക്ക് വിളിക്കുന്നത് എന്തിനാണ്? രാജ്ഭവനിൽ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനെയോ സൈനിക വിദഗ്ധനെയോ അല്ലേ വിളിക്കേണ്ടിയിരുന്നത്? ആ വിവാദം ഇങ്ങനെ നിൽക്കുന്നതിന് ഇടയിലാണിപ്പോൾ രണ്ട് വഴിക്ക് കൃഷി വകുപ്പ് ഒരു വഴിക്ക് പരിപാടി നടത്തുന്നു, ഒരു വഴിക്ക് രാജ്ഭവൻ പരിപാടി നടത്തുന്നു. അവിടുത്തെ ചിത്രമാണ് പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ്. അങ്ങനെ ഒരു ചിത്രം ഉപയോഗിക്കേണ്ടതുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു പൊതുപരിപാടിയിൽ? എനിക്ക് ആ വാർത്ത മാതൃഭൂമി പറയുന്ന അറിവിലപ്പുറം എനിക്ക് കാര്യങ്ങൾ വ്യക്തമല്ല. പക്ഷേ ആശയം ഇതായതുകൊണ്ട് ഞാൻ പറയാം. ഈ വിഷയത്തെ കുറിച്ചുള്ള നേരിട്ടുള്ള അറിവ് എനിക്കില്ല. എങ്കിലും ആശയം പറയാം. ചോദ്യം ഇങ്ങനെയായിരുന്നല്ലോ, എന്താ ഭാരതാംബയുടെ ഫോട്ടോ അവിടെ രാജ്ഭവനിൽ കണ്ടു എന്നുള്ളത് കണ്ടു ഒരു മന്ത്രി ബഹിഷ്കരിച്ചു എന്ന്. RSSന്റെ പരിപാടിക്ക് വയ്ക്കുന്ന ചിത്രം വച്ചത് കൊണ്ട് മന്ത്രി ബഹിഷ്കരിച്ചു എന്നാണ് എന്നോട് ചോദ്യം ചോദിച്ച ആൾ ചോദിച്ചത്, അത് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, RSS ഈ രാജ്യത്തുണ്ടാവുന്ന 1925-ലാണ്. ഭാരതവും ഭാരതമാതാവിന്റെ ചിത്രമൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾ ഉള്ളതല്ലേ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രിയൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ജനങ്ങളുടെ ഇടയിൽ പരിഹാസപാത്രമാവുന്ന തരത്തിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഭാരതവും ഭാരതമാതാവും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായതിനു ശേഷം നൂറുകണക്കിന് ആ സങ്കല്പം ഉണ്ടായതിനു ശേഷം നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് RSS ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രാജ്യത്തുള്ള ഒരു സാംസ്കാരിക പൈതൃകത്തെ, നമ്മുടെ ഒരു സന്ദേശത്തെ RSS സ്വീകരിച്ചു. അവിടെ അത് വെക്കുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSന്റെ പ്രചാരകനായിരുന്നു. വൈകിട്ട് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോയപ്പോൾ RSS പരിപാടിയിലേത് എന്ന് തോന്നിപ്പിക്കുന്ന ചിത്രമാണ് അവിടെ ഉള്ളത് എന്ന് സർക്കാരിനെ അറിയിക്കുകയാണ്. നേരത്തെ ഗുരുമൂർത്തി പങ്കെടുത്ത പരിപാടിയിലും ഈ ദൃശ്യമുള്ള ആ വേദിയിലായിരുന്നു ആ പരിപാടി. അവിടെ തന്നെയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കുഴപ്പമുള്ള ഒന്നല്ല എങ്കിൽ ഇന്നലെ മുതൽ തുടങ്ങിയ ആലോചനകളുടെ തുടർച്ചയായി അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയും പാർട്ടി തലത്തിലുമൊക്കെ അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ രണ്ടാമത് മറ്റൊരു പരിപാടിയാണ് ഇപ്പോൾ കൃഷി വകുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ എന്തേ രണ്ട് വഴിക്ക് പരിപാടി നടത്തേണ്ടി വരുന്നു? ഞാൻ അതല്ലേ പറഞ്ഞു, ആ പരിപാടികളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യം ഇല്ല, നേരിട്ടുള്ള അറിവില്ല, പാർട്ടിയുടെ ഒരു നിലപാടും വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന ആശയത്തിന് ഞാൻ മറുപടി പറയാം. ഇപ്പൊ ഒരു RSSന്റെ പ്രചാരകനെ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് 3ാമത് തവണയും ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് RSS പ്രചാരകൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ 3ാമത് തവണയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുമ്പോൾ ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ നിലപാട് അങ്ങ് ആ നിലപാട് പറഞ്ഞു, അത് വ്യക്തവുമാണ്. അതേസമയം തന്നെ കൃഷിമന്ത്രി P. പ്രസാദ് മറുചോദ്യം ചോദിക്കുന്ന നാളെ അരിവാൾ നെൽക്കതിർ ഒരു വേദിയിൽ വച്ചാൽ, സർക്കാർ പരിപാടിയിൽ വച്ചാൽ എങ്ങനെയിരിക്കും? അരിവാൾ ചുറ്റിക നക്ഷത്രം വച്ചാൽ എങ്ങനെയിരിക്കും? ഇത് രാഷ്ട്രീയമായ ഒരു സിമ്പലാണ് അവിടെ ഉള്ളത്. അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാത്തത്. അത് രാഷ്ട്രീയ സിമ്പലാണ് എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്, കൃഷി മന്ത്രിയുടെ നിലപാട്. അതുകൊണ്ട് മറ്റൊരു പരിപാടി സർക്കാർ ഔദ്യോഗികമായി സംഘടിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുള്ളത്. നന്ദി ശ്രീ വി രാജേഷ് പ്രതികരിച്ചതിന്.